വിശ്വനാഥ ഗ്രൂപ്പിൻ്റെ പാസ്റ്റർ ജോൺസൻ്റെ പ്രവീൺ നായരുടെ കഥ മൂന്നാമത്തെ ഭാഗമായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇതിൽ ഞാൻ ചില വിട്ടുപോയ കാര്യങ്ങൾ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പ്രവീൺ നായരെ മയൂർ വിഹാർ NSSൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റു. പ്രവീൺ നായരുടെ കഥ ആർക്കും അറിയില്ല. എനിക്കും എൻ്റെ പറ്റിയുള്ള അടുത്ത ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ പ്രവീൺ നായരുടെ ഈ കഥ. പ്രവീൺ നായർ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, ഒറീസയിലെ ജോലി നോക്കുന്നു, അവിടുന്ന് ഞാൻ ഡൽഹിയിലേക്ക് പോരുമ്പോൾ എല്ലാം ആ വീട്ടുകാർക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന് പറയുകയുണ്ടായി. പിന്നീടുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ പ്രവീൺ നായർ ജോലി ചെയ്യുന്നിടത്തുനിന്നൊക്കെ പണം അടിച്ചു മാറ്റി രക്ഷപ്പെടും. ഒരിക്കൽ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ, മെഹ്റോളിയിൽ താമസിക്കുമ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ, കാൺപൂരിൽ കൃഷ്ണനഗറിൽ താമസിച്ചിരുന്ന പ്രവീൺ നായർ അവിടുന്ന് വിട്ടിട്ട് മെഹ്റോളിയിലെ ഒരു വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇന്ദിരാപുരത്തേക്ക് മാറി. ആ ഇന്ദിരാപുരത്തെ പോയ ആളിൻ്റെ വാടകയ്ക്കെടുത്തിട്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം കൊണ്ടിട്ട് നാട്ടിൽ പോയി. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, അവിടെ പിന്നീട് ഇവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു 3-4 മാസം കഴിഞ്ഞ് വന്നു, ജോലി തിരക്കി തുടങ്ങി. അങ്ങനെ ഒരിടത്ത് ജോലിക്ക് അപേക്ഷ കൊടുത്തു. അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴേ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ കനോഡിയ എന്ന കമ്പനിയുടെ ഓണർ കനോഡിയ അവിടേക്ക് കയറിപ്പോകുന്നു. ആ കമ്പനിയുടെ മാലിക്കിൻ്റെ അടുത്തേക്ക് കയറിപ്പോകുന്നു. അപ്പോഴവന് മനസ്സിലായി ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് വിചാരിച്ച് ഉടൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ എന്നോട് പറഞ്ഞത്, ഇൻകം ടാക്സിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അയാൾ എന്നെ വിടുകയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നാണെന്ന് പറഞ്ഞു. ഏതായാലും മയൂർ വിഹാറിലെ ജീവിതം കഴിഞ്ഞ് നറേലയിലെ വീട് വാങ്ങിച്ചു. പിന്നീട് കഴിഞ്ഞ് നറേലയിലെയും വീട് വിറ്റു എന്നാണ്. പിന്നീട് ഒരു വിവരവും ഇല്ല. ഈ ഭാരതപൂരത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഒരു വിവരവും ഇല്ല. അപ്പോഴാണ് ഒരു സുഹൃത്ത്, അതായത് അനിൽ കല, ഇപ്പോൾ എറണാകുളത്തുണ്ട്, വികാസ്പുരിയിലായിരുന്നു. അനിൽ കലയുടെ അയാളുടെ ഫോൺ വന്നു എനിക്ക്. ചേട്ടാ, ഇന്നത്തെ മനോരമ പേപ്പർ ഒന്ന് നോക്കിക്കുക. ചേട്ടൻ പറഞ്ഞ ആളിൻ്റെ കഥയാണോ, അയാളാണോ അതിൽ ഒരു വാർത്തയും ഫോട്ടോയും ഉണ്ട്. അതൊന്ന് ആത്മഹത്യ ചെയ്തതാണ്. ഞാൻ മനോരമ പേപ്പർ ഉടൻ തന്നെ വന്ന് വാങ്ങിച്ചു. നോക്കിയപ്പോൾ പ്രവീൺ നായരുടെ കഥയാണ്. ഡൽഹി പോലീസ് തിരക്കെത്തിയപ്പോൾ ഏതാണ്ട് 4.5 കോടിയുടെ ധനം കവർച്ചയുടെ കേസാണ് ആയിട്ട് പോലീസ് ചെന്നപ്പോൾ അഴുകിയ ശരീരവുമായിട്ടുള്ള അയാൾ കണ്ണൂരിലൊരു ലോഡ്ജിൽ ഇയാളുടെ ശവശരീരമാണ് കിട്ടുന്നത്. ആ പേപ്പർ കട്ടിങ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവീൺ നായരുടെ ദുരന്ത കഥയാണ്. ഒരിക്കൽ മെഹ്റോളിയിൽ താമസിക്കുന്ന തന്നെ ഇയാളുടെ ഭാര്യ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി നാട്ടിൽ നിന്ന് വന്നപ്പോഴേ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, ഞാനിപ്പം വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കെൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടും എന്നായിരുന്നു പറഞ്ഞത്. ഇങ്ങനെ അപ്രതീക്ഷിത അവസരങ്ങളിൽ ഒക്കെ ഞങ്ങൾ കണ്ടുമുട്ടി. ഇവൻ്റെ ചെറുപ്പത്തിൽ റാന്നിയിൽ വെച്ച് അതിനെ ഇവൻ്റെ അമ്മ പറയുമായിരുന്നു, ഇവൻ നിൽക്കുന്ന ഭൂമിക്ക് നേരില്ലെന്ന് പറയുമായിരുന്നു. പുള്ളി പറയാൻ ഇത്ര സമർത്ഥനായ ഒരു മനുഷ്യനെ എനിക്കതുകൊണ്ട് ഒരു ആരാധനയായിരുന്നു. എനിക്ക് അന്നൊന്നും അറിയില്ല.
കാരണം ചെറുകുളഞ്ഞിയിലെ ഭജനയുണ്ട്, ഭജന ചിട്ടിയുണ്ട്. ഭജന ചിട്ടിക്ക് പോകാൻ കാശ് കൊടുത്ത് ഇവനെ വിടും. ഇവൻ നേരെ എൻ്റെ അടുത്ത് വന്ന് വീട്ടിൽ വന്ന് എന്നെയും വിളിച്ച് റാന്നി മഹാലക്ഷ്മി ഒരു പാക്കറ്റ് സിഗരറ്റും വാങ്ങിച്ച് റാന്നി മഹാലക്ഷ്മി തിയേറ്ററിൽ കയറി പടമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ചെറുകുളഞ്ഞിക്ക് പോകും, അല്ലെങ്കിൽ പൈസ ആരുടെയും കൊടുത്തിരിക്കും. അപ്പോൾ തിരിച്ച് അവൻ്റെ വീട്ടിൽ തന്നെ, കോളേജ് മനയിലുള്ള അവൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ച് ചെല്ലും. അപ്പോൾ എന്നോട് അവിടെ ചെല്ലുന്നതിന് മുമ്പേ പറയും, നീ എന്ത് പറഞ്ഞാലും ആ നൂലയാ മാത്രം മതി, ഒന്നും മറുപടി പറയണ്ട എന്ന് പറയും. അവൻ ഭജനയ്ക്ക് പോയില്ലെങ്കിൽ പോലും ആ ഭജന ചിട്ടിയുടെ വിവരങ്ങളൊക്കെ അവിടെ അവർ തമ്മിൽ ഇങ്ങനെ ഉണ്ടായി, തർക്കമുണ്ടായി, ഇതൊക്കെ പറഞ്ഞ് ഞാൻ അന്തിച്ചു പോകും. അത്ര വിദഗ്ധനായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു ആരാധനാ മനോഭാവം ഉണ്ടായിരുന്നു ഈ മനുഷ്യനോട്. അങ്ങനെ നിർണായക അവസരങ്ങളിലൊക്കെ എൻ്റെ സഹായവും തേടിയിട്ടുണ്ട്. ഇതാണ് ഒരിക്കലും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ. പക്ഷെ പൈസ വിട്ടുണ്ടല്ലോ ഒരു കളി കളിക്കരുത്. ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചപ്പോഴേ എന്നെ വളരെ വിഷമത്തിലാണ്. പാല് വാങ്ങിച്ചോട്ടെ എത്തരത്തില്ല, പാലിന് പൈസ കടന്നു തരും. 100 രൂപ വേണം പാല് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പാലിൻ്റെ പൈസ ചോദിക്കാൻ പറ്റില്ല. അത്ര വിദഗ്ധനായിരുന്നു ഇവർ. അപ്പോൾ കനോഡിയായിരുന്നു ഇവൻ കാശടിച്ചുകൊണ്ട് മാറ്റി. അതുപോലെ 8 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. പിന്നീട് ഞാൻ അറിഞ്ഞത് ആ തോട്ടമെല്ലാം വിട്ടുകൊടുക്കേണ്ടി വന്നു, കേസ് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നാണ് അറിഞ്ഞത്. ഈ പ്രവീൺ നായരുടെ കഥ പറയുമ്പോൾ ഒരിക്കലും മയൂർവാറിലെ NSSകാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുകയില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ അന്താളിച്ച് നിൽക്കുകയാണ്. റാന്നിക്കാർക്കും ഒക്കെ അറിയാം ഞാനും വിശ്വനാഥക്കുറുപ്പുമായിട്ടുള്ള കണക്ഷൻ. അപ്പം ഇന്ന് ഞാൻ ബൈബിളിനെ കുറിച്ച് വാർത്തോരാതെ എഴുതുന്നു. ബൈബിൾ പഠിക്കുവാൻ എനിക്ക് പ്രേരണയായത് ഈ വിശ്വനാഥക്കുറുപ്പാണ്. ഒരിക്കൽ ഞാൻ അവനോട് ചോദിച്ചു, എടാ നിന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് ശാലയം കാലിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് എന്തായിരുന്നു? അതൊക്കെ കളയണം എന്നാണ് പറയുന്നത്. ഇന്ന് ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടു. പെന്തക്കോസ്ത് വിട്ട, ഇവനും പെന്തക്കോസ്തിലായിരുന്നു, പെന്തക്കോസ്ത് വിട്ട ഒരു മനുഷ്യൻ്റെ വീഡിയോ ആണ്. ലോക തട്ടിപ്പാണ് മതമാണ്. ബൈബിൾ മുഴുവനും അനവധി തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ 930 പേജുള്ള പഴയ നിയമം മാത്രം 930, ഏതാണ്ട് 300 പേജുകൾ പുതിയ നിയമമായിട്ട് രണ്ടും ചേർന്ന KCBCയുടെ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ രോണിയിൽ 2005 വന്നു. 2005 മുമ്പ് ഞാൻ മേറോളിയിൽ നിന്ന് കരസ്ഥമാക്കിയ ഒരു ബൈബിളാണത്. അതിൽ ധാരാളം ഞാൻ കുറിപ്പുകൾ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട്. ഈ ഭഗവത്ഗീതയുടെ സാരാംശമൊക്കെയുള്ള വാക്കുകൾ യേശുക്രിസ്തു പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ 8 മിനിറ്റ് 42 സെക്കൻഡായി. ഇത് 3-ാം ഭാഗം ഞാൻ വിശ്വനാഥക്കുറുപ്പിൻ്റെ കഥ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി ബൈബിൾ കഥകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ തയ്യാറാക്കാം. ഞാൻ അയമാത്മ ബ്രഹ്മ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഏതാണ്ട് 40ഓളം വീഡിയോകൾ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ബൈബിളിൽ ആദം മുതൽ എബ്രഹാം വരെയുള്ള കണക്കുകൾ, യേശു വരെയുള്ള വയസ്സുകൾ കൂട്ടി ഏതാണ്ട് 5872 വർഷം മുമ്പാണ് യഹോവ ആദമിനെ സൃഷ്ടിച്ചതെന്ന കഥ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സുഭാഷ് കുമാർ മണ്ണിയൻ എന്നൊരു പൊട്ടൻ മതം മാറി ബന്ദിക്കോസ് ചേർന്ന് അവൻ ഹിന്ദുക്കളെ തെറി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിന് മറുപടിയായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ദേവദാസികളൊക്കെ രക്ഷിച്ചത് അമേരിക്കക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഹിന്ദുമതത്തിൻ്റെ ഭാഗമാണ് ദേവദാസികളെന്നൊക്കെ പറഞ്ഞു. ദേവദാസികളെന്ന് പറഞ്ഞാൽ ശരിക്കും നർത്തകികളായിരുന്നു.
അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ കവിതകളുണ്ട്. ഈ കവിതകൾ എഴുതിയ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ 10ാം ക്ലാസ് വരെ മാത്രം മലയാളം പഠിച്ചിട്ടുള്ള ആളാണ്. കോളേജിൽ ഞാൻ ഹിന്ദിയായിരുന്നു എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ്. ഞാൻ ഹ്രസ്വരാമായണം, ഭഗവത്ഗീതയുടെ സാരം കവിതയിൽ, ശ്രീകൃഷ്ണചരിതം ഇതൊക്കെ എഴുതി, ധാരാളം കവിതകളുമൊക്കെ എഴുതി. ഞാൻ പറഞ്ഞില്ലേ 2 വർഷം ഞാൻ ജനകീയ കവിതാവേദിയുടെ പ്രസിഡൻ്റായിരുന്നു. ഏതാണ്ട് 5-8 വർഷക്കാലം ഈ ഡൽഹിയിലെ കവിതാവേദികളിൽ ഞാൻ സജീവ പ്രവർത്തകനായിരുന്നു. എല്ലായിടത്തും ഞാൻ കവിതകൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഗദ്യകവിത എഴുതാൻ എനിക്കറിയില്ല. അതുകൊണ്ട് പരിഹാസം ഇഷ്ടം പോലെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാൾ. അങ്ങനെ ഈ വീഡിയോയും 11 മിനിറ്റായി. നമസ്കാരം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.